അപ്പോൾ ഈ നമ്മൾ വന്നിട്ടുള്ളത് ദ സോൾട്ട് റെസ്റ്റോറൻ്റ് ആണ്. കാക്കനാട് എടച്ചിറയിലാണ് ഈ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ നല്ല ആംബിയൻസ് ആണ് രാത്രി കാണാൻ സാധിക്കും. ഇവിടെ ജ്യൂസ് മോമോസ് ഒക്കെ വാങ്ങിക്കാനായിട്ടുള്ള സെപ്പറേറ്റ് സെക്ഷനും ഉണ്ട്. എന്തായാലും കൊള്ളാം. ഇതിൻ്റെ ആംബിയൻസ് നല്ല രസമുണ്ട്. കണ്ടില്ല, ചെടികളൊക്കെ നട്ടു വെച്ച് നല്ല ഭംഗിയായിട്ടിരിക്കുന്നു. നമുക്ക് അകത്തേക്ക് കയറി നോക്കാം. അകത്ത് നല്ല ഒരു ആംബിയൻസ് കാണാൻ സാധിക്കും. അതിൻ്റെ കണ്ടിന്യൂഷൻ ഇവിടെ കാണാം. ദ സോൾട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അകത്ത് കയറി മെനു ഒക്കെ നോക്കി നമ്മൾ ഫസ്റ്റ് നോർമലായിട്ട് സൂപ്പ് പറഞ്ഞു, സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ്. പിന്നെ നമ്മുടെ താരം ബീഫ് പെപ്പർ ചീസ് സ്റ്റീക്കാണിത്. സ്റ്റീക്കിൻ്റെ ഒരു ടെക്സ്ചർ പോലെയല്ല ഇത്, പക്ഷേ നല്ല സോസൊക്കെ ആഡ് ചെയ്ത് നല്ലതായിട്ട് ചീസും ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ക്യാബേജിൻ്റെ ഇതിലാണ് തന്നേക്കുന്നത്. ചെറിയ സിസ്ലിങ്ങും ഉണ്ടായിരുന്നു. മാത്രമല്ല നല്ല പ്രസൻറ്റേഷനും ആയിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് നാസി കൊറങ് എന്ന് പറഞ്ഞൊരു ഫ്രൈഡ് റൈസ് ആണ്. ഇതൊരു തായ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് ആണ്. എൻ്റെ മുകളിലൊരു ബുൾസൈ ഉണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റ്, കുക്കുംബർ, ബീട്രൂട്ടൊക്കെ അതേപോലെ വെജീസൊക്കെ ആഡ് ചെയ്തിട്ടുമുണ്ട്. നമുക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും സംഭവം പ്രസൻറ്റേഷൻ വൈസ് അടിപൊളിയാണ്. നമുക്ക് കഴിച്ചു നോക്കാം. നമ്മൾ ആദ്യം സൂപ്പാണ് കുടിക്കുന്നത്. ഇത് സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു. നോർമൽ ടേസ്റ്റ് പോലെ തന്നെ, ഒരു കുഴപ്പമില്ലായിരുന്നു. നമുക്കിനി ബീഫ് സ്റ്റേക്ക് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ മുകളിലത്തെ ചീസ് പോർഷൻ കണ്ടില്ല, നല്ല അടിപൊളിയാണ്. എൻ്റെ അടിയിൽ കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് കോളിഫ്ലവർ ഒക്കെ. പിന്നെ ഫ്രഞ്ച് ഫ്രൈസും ഉണ്ടായിരുന്നു. ഓവറോൾ നല്ലതായിരുന്നു. നമുക്ക് ഈ നൈഫ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു പ്രത്യേക സോസ് ഇതിൻ്റെ മുകളിലുണ്ട്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓവറോൾ ആ ചീസും കൂടെ ആഡ് ചെയ്തപ്പോഴത്തേന് അടിപൊളിയായിരുന്നു. സോ എനിക്ക് വളരെയധികം ഇഷ്ടമായി. നോർമൽ സ്റ്റേക്ക് പോലെയല്ല, വളരെ ടേസ്റ്റിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി ടേസ്റ്റാണ് എന്തായാലും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും കമൻറ്റ്സ് രേഖപ്പെടുത്തുക. അപ്പോൾ സ്റ്റീക്ക് നല്ലതായിരുന്നു. നമുക്കിനി ഫ്രൈഡ് റൈസ് ചെയ്ത് നോക്കാം. ഫ്രൈഡ് റൈസ് ഒരു ഇച്ചിരി സ്പൈസി ആയിരുന്നു, പക്ഷേ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടായിരുന്നു. സീ ഫുഡായിട്ടുള്ള പ്രോൺസും അതിനകത്ത് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. ഓവറോൾ കിഡിലോസ്കി ടേസ്റ്റ് ആയിരുന്നു. മുട്ടയൊക്കെ ചേർത്ത് കഴിച്ചു നോക്കാം. അടിപൊളിയാണ്. എന്തായാലും മസ്റ്റ് ട്രൈ. നിങ്ങൾ എന്തായാലും ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടൊക്കെ പുറത്ത് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്തായാലും ഈ റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ബില്ല് ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, പോസ്റ്റ് ചെയ്ത് കണ്ടു. ഓക്കെ. ഇതിന് ശേഷം നമ്മൾ ഫലൂഡ നേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണണേ, ചാനലുണ്ട്. അപ്പോൾ ശരി, എന്നാൽ അടുത്ത വീഡിയോ കാണാം. ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബായ്.